ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെന്നാസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ടയർ പോളയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മസാല വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈ പോള ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഓയിലും ഉപ്പും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യം. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളം, അതായത് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്കിത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനാണ് കുഴച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇതിവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഓയിൽ എല്ലായിടത്തേക്കും ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 സവാള, മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടിയോ മറ്റ് എരിവിനാവശ്യമായിട്ട് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം നന്നായിട്ട് പോകണം, അതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 മസാലപ്പൊടികളാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഈ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ 3ഉം കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അതിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു കട്ട് ചെയ്തതിന് ശേഷം ഒരു കപ്പ് ചിക്കൻ ഉണ്ടാവും. അത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്തിട്ട് മസാലയുടെ കൂടെ യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കനും ഈ മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതാണിത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഈ മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ മാവൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒരു 5 ഈക്വൽ സൈസിലുള്ള 5 ബോളാക്കിയിട്ട് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്കിത് പറ്റുന്ന അത്ര വലുപ്പത്തിലുള്ള വലിയ ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കാം.
നമുക്ക് ഓരോ ബോൾസായിട്ട് ഇപ്പോൾ ഇതിവിടെ പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബോൾ ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് പറ്റുന്നത്ര വലുപ്പത്തിൽ ഇത് പരത്തിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ്, മുട്ടയിലേക്കുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത്, നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുകളിലൂടെ നമ്മുടെ ഈ മുട്ട ഓയിൽ മിക്സ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫില്ലിങ് ഇതുപോലെ നമുക്കൊരു ലൈനായിട്ട് നീളത്തിൽ വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതുപോലെ ഒരു സൈഡിൽ നിന്ന് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ചപ്പാത്തിയുടെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി നീളത്തിലൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ ഒരു റോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള 4 ബോൾസും കൂടി നമുക്കിതുപോലെ പരത്തിയിട്ട് റോളാക്കി വെക്കണം. ഞാൻ ചപ്പാത്തി കൂടി ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ പരത്തിയെടുത്ത ചപ്പാത്തിയുടെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിന് മുകളിലേക്ക് മുട്ട ഓയിൽ മിക്സ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സൈഡിൽ നിന്നും ഒരു റോളായിട്ട് മടക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമുക്ക് മുഴുവൻ റോൾസും മടക്കിയെടുക്കാം. നമ്മുടെ 5 ബോൾ കൊണ്ടും ഇതുപോലെ റോളാക്കിയിട്ട് മടക്കി കൊടുക്കുക. ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ടയർ പോള ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. പാനിലേക്ക് കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇനി നമ്മുടെ ഓരോ റോളായിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്കിതുപോലെ ചുറ്റി വെച്ച് കൊടുക്കുക. ഒരു ടയർ പോലെ ഇതുപോലെ ചുറ്റി റോളാക്കിയിട്ട് ചുറ്റി വെച്ച് കൊടുക്കുക. ഓരോ റോളിൻ്റെയും എൻഡ് ഭാഗം, അതായത് അവസാനിക്കുന്ന ഭാഗം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആ ഭാഗത്ത് നിന്ന് അടുത്ത റോള് നമ്മൾ തുടങ്ങുകയാണ് വേണ്ടത്. അതും ഇതുപോലെ അവസാനിക്കുന്ന ഭാഗം ഒന്ന് ഒട്ടിച്ച് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അവിടെ ഒട്ടി നിന്നോളും. അതുപോലെ നമുക്ക് 5 റോളും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കണം. ഒരു റോൾ അവസാനിക്കുന്ന സ്ഥലത്തു നിന്നും അടുത്ത റോള് തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ഓരോ റോളും ചുറ്റിച്ചെടുക്കുമ്പോൾ അത് തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും നമുക്ക് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ നമ്മളിവിടെ 5 റോളും ഇതുപോലെ ചുറ്റിച്ചിട്ട് ഒരു ടയർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള മുട്ട മിക്സ് ഇതിന് മുകളിലൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലും ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓരോ ഗ്യാപ്പിലൂടെയും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ഇത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലൂടെ നമുക്ക് കുറച്ച് കറുത്ത എള്ളും അതുപോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളും ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് പാൻ മൂടി വെച്ചിട്ട് വേവിക്കണം. അടിഭാഗം കരിഞ്ഞു പോവരുത്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. പോളയുടെ അടിവശം ഒന്ന് വെന്ത് വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പോളയുടെ അടിവശം ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതുപോലെ മുകൾ വശവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതുപോലെ കുറച്ച് നെയ്യ് ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സൈഡിലൂടെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ വശവും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പോളയുടെ 2 സൈഡും നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു പോളയാണിത്. അതുപോലെ കാണാനും നല്ല ഭംഗിയാണ്. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള നമ്മൾ റോളാക്കി വെച്ചിട്ടുള്ള ഭാഗം
നമുക്കിത് ക്ലിയർ ആയിട്ട് റോളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഇതിന് ഫില്ലിങ് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിരുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.